ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ 3 നില കെട്ടിടത്തിന് ലിഫ്റ്റ് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഏജന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് ഏജന്റ് ചാനൽ വന്നിരിക്കുന്നത് ചുഴലിയാണ്. ചുഴലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ സ്കൂളിൽ വരാനൊരു കാരണമുണ്ട്. എന്തായാലും കേരളമൊക്കെ വികസനത്തിൻ്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തും ഈ ചുഴലിയിൽ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ചുഴലി. ആ ചുഴലിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 നില കെട്ടിടത്തിന് ലിഫ്റ്റ് അനുവദിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സ്കൂളിൽ, ആ ചുഴലി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സ്കൂളിലെ വിശേഷങ്ങളും ആ സ്കൂളിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെയും നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് വരാം. നമ്മുടെ കൂടെ സ്കൂൾ PTA പ്രസിഡൻ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും വലിയൊരു നേട്ടമായിട്ടാണ് ഈ ചുഴലിയെ സംബന്ധിച്ചിട്ട് വലിയൊരു നേട്ടമാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? തീർച്ചയായും ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, സാധാരണ പ്രാഥമിക സ്കൂളിലേക്കുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളെല്ലാം തന്നെ ഹൈടെക് നിലവാരത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനം ഏതാണ്ട് ഏറെക്കുറെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. അതിനുവേണ്ടി ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് സൗകര്യം ഉൾപ്പെടെ നമ്മുടെ എല്ലാ സർക്കാർ സ്കൂളിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചുഴലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അടുത്താണ് 4 കോടി രൂപ ചെലവിൽ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 3 നില കെട്ടിടം വന്ന നിലയിലേക്ക് തന്നെ വന്നുകൊണ്ട് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് വേണ്ടി ആ കെട്ടിടത്തിന് നിലവിൽ ഇപ്പോൾ 26,50,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ലിഫ്റ്റ് ഉൾപ്പെടെ നമുക്ക് അനുവദിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭരണാനുമതിയെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇതിൻ്റെ പ്രവൃത്തി ഉൾപ്പെടെ കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും മനോഹരമായി പഠനം പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രവർത്തനമായി നമുക്ക് ഇതിനെടുത്ത് കാണാൻ വേണ്ടി സാധിക്കും. ആധുനികവൽക്കരിക്കപ്പെട്ട കെട്ടിടങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഭിന്നശേഷിക്കാരെ കൂടി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായി നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുക. ഇത് വരുന്നതോടുകൂടി നമ്മുടെ ചുഴലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. എന്തായാലും കേരളവും വികസനത്തോടു കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചുഴലിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുഴലിയുടെ ഈ കുഞ്ഞു സ്കൂളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ വിദ്യാഭ്യാസ മേഖലകളിൽ ഇനിയും വികസനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജന്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം. ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.